ഹായ് ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കേരള കർണാടക അതിർത്തിയിലാണ്. കേരള അതിർത്തിയായ തോണിക്കടവ് എന്ന സ്ഥലത്തു നിന്നാണ്. ഇവിടെ ഞങ്ങൾ കർണാടക സ്റ്റേറ്റിലെ മച്ചൂർ എന്ന സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ചെറിയൊരു തോണി യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതിൻ്റെ അക്കരെയുള്ള സ്ഥലമാണ് മച്ചൂർ എന്ന് പറയുന്നത്. ഇവിടുന്ന് കടത്തുണ്ട്, തോണിയുണ്ട്, നമുക്ക് ഇവിടുന്ന് കയറി അക്കരെ എത്താം. 6 രൂപയാണ് ചാർജ്. അപ്പോൾ ഞാനും പിള്ളേരും അപ്പയും കൂടിയാണ് പോകുന്നത്. ഞാനിവിടെ കുറച്ച് മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ അതിർത്തിയിൽ ഇവിടെ മീൻ കിട്ടും. ഇവർ അക്കരെ നിന്ന് പിടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല ഫ്രഷ് മീൻ ആയതുകൊണ്ട് ഞങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്കൊന്ന് പിള്ളേർക്കാണെങ്കിലും തോണി കയറിയിട്ടില്ലെന്ന് പറഞ്ഞു. അവർക്ക് തോണി കയറാനുള്ള ആഗ്രഹം. അപ്പോൾ എനിക്ക് അക്കരയിൽ നിന്ന് പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ വരുന്നതാണ് തോണി കേട്ടോ. വളരെ മനോഹരമായ തോണിയാണ് കണ്ടോ. മഴ നനയാതെയും വെയിലടിക്കാതെയൊക്കെ അവർ ചെറിയ മുകളിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടും ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ടും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ 2 സ്റ്റേറ്റുകൾ തമ്മിൽ ഇവിടെയുള്ള ഒരു ഏക യാത്രാമാർഗ്ഗമാണ് ഈ കടത്ത് അഥവാ തോണി യാത്ര എന്ന് പറയുന്നത്. വേറെ ബസ്സൊന്നും ഈ പ്രദേശത്ത് നിന്ന് അങ്ങോട്ട് പോകാനില്ല. കാരണം ബസ്സിന് വരണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ബത്തേരി ചെന്നിട്ട് മൈസൂരിൽ പോകണം, അല്ലെങ്കിൽ മാനന്തവാടി ചെന്നിട്ട് മൈസൂർ, അങ്ങനെയാണ് പോകുന്നത്. ഇതാകുമ്പോൾ നമുക്ക് തോണി കയറിയാൽ നേരെ അക്കരെ ചെല്ലാം. അവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നാൽ നമുക്ക് മൈസൂർ ബസ്സോ അല്ലെങ്കിൽ മാനന്തവാടി ബസ്സോ കിട്ടും കേട്ടോ. ആളുകളൊക്കെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പതുക്കെ പോവുകയാണ്. സൂക്ഷിച്ച് ഇറങ്ങി വീഴാൻ സാധ്യതയുണ്ട്. ഉണ്ടോ, മഴക്കാലത്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, തെന്നാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞങ്ങൾ പിള്ളേരൊക്കെ ഒത്ത് തോണി കയറി. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കയറിയിരുന്ന് അതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് ചൂണ്ടയിടുന്ന ആൾക്കാരൊക്കെ കാണാം കേട്ടോ. ഉണ്ടോ, ഞങ്ങളങ്ങനെ പതുക്കെ കയറുവാണ്. ചെറിയൊരു പേടിയില്ലായില്ല. കാരണം ഇതിലൊക്കെ എത്ര ഒരു സേഫ്റ്റി മെഷേഴ്സൊന്നും അധികം ഇല്ലല്ലോ. നമ്മുടെ ബോട്ട് സർവീസ് പോലൊന്നും അത്ര സേഫ്റ്റി മെഷേഴ്സൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ പറ്റ വെള്ളം കുറവായതുകൊണ്ടാണ് ഞാനും പോകുന്നതെന്ന് വെച്ചാൽ ചില സമയത്തൊക്കെ ഇവിടെ നല്ല വെള്ളം ഉണ്ടാവും. ഞാൻ സാധാരണ പോയിട്ടുണ്ട്. അത് ഇവിടെ നിന്നല്ല, ബൈരക്കുപ്പ പെരിക്കല്ലൂരിൽ നിന്നാണ്. പെരിക്കല്ലൂരിൽ നിന്ന് അക്കരയ്ക്ക് ഇതുപോലെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യുകയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക.